Hi guys, welcome to Examiner. Welcome back again. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്സ് അഥവാ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെയാണ് അതിൽ ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യം പറയാനാണ്. നമ്മൾ ഓൾറെഡി ഇത് ലൈവിൽ ഡിസ്കസ് ചെയ്ത ഭാഗമാണ് റിവിഷൻ ലൈവിൽ. അപ്പം ആ ഏരിയ എന്തൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് ഓർമ്മിക്കാൻ വന്നാണ് നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മളെ ലൈവൊക്കെ കണ്ട് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. റെഡി? അപ്പോൾ എടാ ഈ ചിത്രം എന്തായാലും ഓർത്ത് വെക്കണം. ടെക്സ്റ്റിൽ എന്താണ് ഇൻകം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യാം, ഈ ചിത്രം ഇതേപോലെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത്, റിവാർഡ്സ് കിട്ടുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് സാലറി അല്ലെങ്കിൽ വേജ് ഇൻകം കിട്ടുന്നത്, ജോലികൾ ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ടേബിളാക്കി എഴുതാൻ ചോദിക്കാം. അപ്പം ഈ ചിത്രങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ ഏതൊക്കെ ജോലികൾക്കാണ് ഇൻകം വരുന്നത്, ഏതിലൊക്കെയാണ് സമ്മാനം കിട്ടുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും ചോദിക്കാം. തൊഴിൽ എംപ്ലോയ്മെൻറ്റ് എന്താണ് എംപ്ലോയ്മെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതേപോലെ തന്നെ ഡെഫിനിഷൻ ചോദിക്കാം. റെഡിയല്ലേ? ദെൻ കൂലിയും ശമ്പളവും അല്ലേ, എന്തൊക്കെയാണ് കൂലി എന്തൊക്കെയാണ് ശമ്പളം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതേപോലെ ചോദിക്കാനും സാധ്യതയുണ്ട്. വേറൊരു തരത്തിൽ എങ്ങനെയാണ് ചോദിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് തരും. അതിൽ പിക്ചേഴ്സ് വന്നിട്ട് ഇതിൽ കുറച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ ഫോട്ടോസ് ഉണ്ട്. കുറച്ച് ഡോക്ടർ ആയിരിക്കും, കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരിക്കും, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് തരും. എന്നിട്ട് ആ ചിത്രത്തിൽ ആർക്കാണ് സാലറി അഥവാ ശമ്പളം കിട്ടുന്നത്, ആർക്കാണ് വേജ് കൂലി കിട്ടുന്നത്, ഇത് തരംതിരിച്ച് ടേബിൾ ആക്കുക എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു ഏരിയയാണ് ഈ കൂലിയും ശമ്പളവും അഥവാ വേജ് ആൻഡ് സാലറി എന്ന് പറഞ്ഞ ഭാഗം. ദെൻ സോഴ്സ് ഓഫ് ഇൻകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുമാന സ്രോതസ്സുകൾ അത് എന്താണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ എങ്ങനെ ചോദിക്കാമെന്നറിയോ, കുറച്ച് ലിസ്റ്റ് തരും, കുറച്ച് സാധനങ്ങളെ പേര് തരും. ഇതിലേതാണ് സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഇതിലേതാണ് സോഴ്സ് ഓഫ് ഇൻകം, വരുമാന സോഴ്സ് അല്ലാത്തത് ഏതാണ്, അങ്ങനെ ചോദിക്കാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യണം, വരുമാന സ്രോതസ്സ് പഠിക്കണം. ഈ ഭാഗം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. വരുമാന സ്രോതസ്സുകൾ എന്താണ്, അതിൻ്റെ വരുമാനം ഏതൊക്കെ വഴിക്കാണ് വരുന്നത് എന്നുള്ള ടേബിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇൻഡിവിജ്വൽ ഇൻകം എന്താണെന്നും ഫാമിലി ഇൻകം എന്താണെന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ടിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ അഗെയിൻ ഇവിടെ നോക്കിയോ, കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്, ഏതൊക്കെയാണ് നോൺ അഗ്രേറിയൻ എംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിക്കാം. അതായത് കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകൾ ഏതാണെന്ന് ചോദിക്കാം. ഒരുപാട് ജോലി തരും. അതിന് ഒന്നെങ്കിൽ അതിനൊരു ഫോട്ടോസ് തരാം, അല്ലെങ്കിൽ പേര് തരും. എന്നിട്ട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടത്, കൃഷിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് രണ്ട് ടേബിളാക്കി എഴുതാൻ പറയും. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക, തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ടത്, ഏതൊക്കെയാണ് അല്ലാത്തതെന്ന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഈ ഭാഗം പഠിക്കാൻ. ദെൻ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിച്ചേക്കാം. ഇനി പിക്ചേഴ്സ് ആൻഡ് അതിൽ നിന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറയാം. അങ്ങനെയും ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എക്സാമ്പിൾ കണ്ടുപിടിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ടേബിൾ തരും, ഇത് മാച്ച് ചെയ്യാൻ പറയും. ഇതിൽ നവജീവൻ പ്രോജക്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം തന്നിട്ട് ഈ ഭാഗം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തരാം. അപ്പം ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് വെക്കണം. റെഡി അല്ലേ? അപ്പോൾ ഇത്രയുള്ളൂ പറയാൻ. സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. അപ്പം തലങ്ങും വിലങ്ങും ട്വിസ്റ്റ് ഇതൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു രീതിയിൽ കൂടെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്. ചിത്രങ്ങൾ തരാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരാം, നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ തരും. പക്ഷേ നമുക്ക് എന്താ പ്രശ്നം, നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് ചോദിച്ചാൽ നമുക്കെന്താ, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, എല്ലാം പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ഫുൾ മാർക്കിന് എക്സാം എഴുതി വരണം. നിങ്ങളെല്ലാം പഠിച്ചതാണ്. നമ്മുടെ ക്ലാസ്സുകൾ റിപ്പീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. റെഡി? ബൈ.